ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പുകൾ നമുക്കിനി റെഡിയാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ, അതിനുവേണ്ടി ഞാനിവിടെ ചെറിയൊരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പിടി തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, അല്പം കറിവേപ്പിലയും, ഒരു നുള്ളു കടുകും, അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഞാനിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാവേ. ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ ലോയിൽ വേണം ഇപ്പോൾ വെക്കാൻ. ഇതിലേക്ക് ഞാനൊരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ബീട്രൂട്ടിൽ ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ ശകലം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നമുക്കിവിടെ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. പിന്നീട് തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ചെറുതീയിൽ ഇതൊന്ന് വഴറ്റി ഒന്ന് എടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടിക്ക് പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ആ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതിനകത്തിലുള്ള വെള്ളവും ഒന്ന് നല്ലതുപോലെ വറ്റി വരേണ്ടതുമുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നോക്കിക്കുക, നമ്മുടെ ബീട്രൂട്ടിനകത്തിലെ മുഴുവൻ വെള്ളവും വറ്റി നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അഥവാ വല്ല വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വറ്റി എടുക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ അരപ്പ് എല്ലായിടത്തും ചെല്ലത്തക്ക രീതിയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി 2-3 മിനിറ്റ് കൊണ്ടിരിക്കണം. അങ്ങനെ 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം കുറച്ച് നേരം. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേ നമ്മൾ തൈര് ഇതിനകത്തിലേക്ക് ആഡ് ചെയ്യാവൂ, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകുന്നതായിരിക്കും. ഇവിടെ ഞാൻ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പതിയെ ഇളക്കി കൊടുക്കുക. തൈര് ബീട്രൂട്ടും എല്ലാം കൂടെ ഒരുപോലെ മിക്സ് ആകുന്നിടം വരെ ഒന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം എനിക്ക് ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു, അതുകൊണ്ട്. അതുപോലെ നിങ്ങൾക്കും ഈ സമയത്ത് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കൂടുതലായിട്ടുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം ഇത് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് വേണ്ട താളിച്ചൊഴിക്കാൻ വേണ്ടത് നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യാം, ചൂടാവട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ കടുക് വറുക്കുന്നതാണ് ഏറ്റവും രുചി. അതിലേക്ക്
1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതെടുത്ത് ബീറ്റ്റൂട്ടിൻ്റെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.